എഡിറ്റോറിയൽ പേജ് നമ്മൾ സിവിൽ സർവീസ് കറണ്ട് അഫയേഴ്സ് ബേബി ജൂനിയർ എന്ന് പറയുന്ന ചാനലിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നേരെ നമ്മൾ നാഷണൽ ന്യൂസിൽ 12th പേജിലേക്കാണ് പോകുന്നത്. അവിടെ ജയ്ശങ്കർ മോസ്കോ വിസിറ്റ് ചെയ്യാൻ പോകുന്നു, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ. അത് വേറൊന്നുമല്ല, വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതിനു മുമ്പായിട്ടുള്ള മുന്നോടിയായിട്ട് നടന്ന ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ജയ്ശങ്കർ അവിടെ പോകുന്നത്. അതുപോലെ ചൈനീസ് ഫോറിൻ മിനിസ്റ്ററായ വാങ് ഈ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ന്യൂഡൽഹി വിസിറ്റ് ചെയ്യുന്നു. അത് ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ചൈനയുടെ ടിയാൻജിൻ സിറ്റിയിലേക്ക് പോയാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ. അതിന് മുന്നോടിയായിട്ടാണ്. ഇപ്പൊ എന്തായാലും ചൈന, റഷ്യ, ഇന്ത്യ ഒരു ആക്സിസ് ഉണ്ടായാൽ വളരെ നല്ലതായിരുന്നു, ഈ ട്രംപിന്റെ അഹങ്കാരത്തിന്റെ മറുപടിയായിട്ട്. പക്ഷെ അതുണ്ടാവാനൊരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ചൈനയും ഇന്ത്യയും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പിന്നെ താഴോട്ട് വരുമ്പോൾ ഗാലൻട്രി അവാർഡ് സെറ്റ് ടു അനൗൺസ് ഫോർ ഓപ്പറേഷൻ സിന്ദൂർ സോൾജിയേഴ്സ് ടുമോറോ എന്നൊരു ന്യൂസ് കാണാം. ഗാലൻട്രി അവാർഡ്സ് ആർക്ക് കൊടുക്കുന്നതാണ്? നമ്മുടെ പട്ടാളക്കാർക്ക് കൊടുക്കുന്നതാണ് ഗാലൻട്രി അവാർഡ്സ്. ഈ ഗാലൻട്രി അവാർഡ്സ് പീസ് ടൈം ഗാലൻട്രി അവാർഡ്സ് ഉണ്ട്, വാർ ടൈം ഗാലൻട്രി അവാർഡ്സ് ഉണ്ട്. പീസ് ടൈം ഗാലൻട്രി അവാർഡ്സിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞിരിക്കുക അത് അശോക ചക്രയാണ്. വാർ ടൈം ഗാലൻട്രി അവാർഡ്സിൽ ഏറ്റവും വലുത് ഇതെന്ന് പറഞ്ഞിരിക്കുക പരംവീർ ചക്രയാണ്. അപ്പൊ പരംവീർ ചക്ര ഇസ് ദ ഹയസ്റ്റ് വാർ ടൈം ഗാലൻട്രി അവാർഡ് ആൻഡ് അശോക ചക്ര ഇസ് ദ ഹയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി അവാർഡ്. പിന്നീട് ഇന്ത്യയുടെ 79th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനെ കുറിച്ചൊരു ന്യൂസും അവിടെ കാണാം. പിന്നെ നെക്സ്റ്റ് പേജ് 13th പേജില് മാവോയിസ്റ്റുകൾ ഛത്തീസ്ഗഡിൽ കില്ല് ചെയ്യപ്പെട്ടതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. 2026 മാർച്ചോടുകൂടി ഇന്ത്യയിൽ മാവോയിസ്റ്റ് പ്രോബ്ലം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യണമെന്നാണ് ഹോം മിനിസ്ട്രിയുടെ പ്രഖ്യാപനം. ഹോം മിനിസ്ട്രിയാണ് ഈ മാവോയിസ്റ്റ് പ്രോബ്ലം, അതിൽ ഇന്റേണൽ സെക്യൂരിറ്റി പ്രോബ്ലം ആയതുകൊണ്ട് ഡീൽ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, അത് ഞാൻ പറയുന്നില്ല. അതിനടുത്ത പേജ് 14 പേജിലേക്ക് പോകുമ്പോൾ ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു യോഗം, ഒരു മീറ്റിംഗ് ഇപ്പോൾ ജനീവയിൽ നടക്കുകയാണ്, സ്വിറ്റ്സർലൻഡിൽ. പക്ഷേ ആ മീറ്റിംഗ് ഫെയിൽ ആവാനാണ് സാധ്യത. കാര്യം ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായമാണ് പ്ലാസ്റ്റിക് ട്രീറ്റി ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു കൺസെൻസസ് അവിടെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. പിന്നീട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ന്യൂസ് ഉണ്ട്. SC issues notice to center on plea for creamy layer like system in SC/ST reservation. SC/ST റിസർവേഷനിൽ ക്രീമി ലെയർ ഇല്ലെന്ന് നമുക്കറിയാം. SC/ST റിസർവേഷനിൽ ക്രീമി ലെയർ ഇല്ലാത്തതിന്റെ പോരായ്മ എന്താണ്? OBC റിസർവേഷനിൽ ക്രീമി ലെയർ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വർഷം 8 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള OBCക്കാർക്ക് റിസർവേഷൻ കിട്ടത്തില്ല, അതിൽ പാവപ്പെട്ടവർക്കേ കിട്ടുള്ളൂ. പക്ഷേ SC/ST കാറ്റഗറിയിൽ അങ്ങനെ ഒരു ക്രിമിലെയർ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അതിൽ സമ്പന്നരായ ആൾക്കാർ എപ്പോഴും റിസർവേഷൻ കൊണ്ടുപോകും, അല്ല പാവപ്പെട്ട ആൾക്കാർക്ക് റിസർവേഷന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് അതിലും ക്രിമിലെയർ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുള്ള സെൻട്രൽ ഗവൺമെന്റ് അഭിപ്രായം അറിയാൻ സുപ്രീം കോടതി സെൻട്രൽ ഗവൺമെന്റിന് ഇപ്പൊ നോട്ടീസ് അയച്ചു. നല്ല കാര്യം. അതിനടുത്ത പേജ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ അമുൽ MDയുമായിട്ട് ഒരു മീറ്റിംഗ് ഡിസ്കഷൻ ഉണ്ട്. അമുൽ MD ആരെന്ന് പഠിച്ചില്ലെങ്കിലും അമുൽ എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിൽക്ക് കോപ്പറേറ്റീവ് ഉള്ളവരാണ് അമുൽ. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആനന്ദാണ്, ഗുജറാത്തില്. അതുകൂടെ പറയുന്നുണ്ട്. എന്തായാലും അമുലിന്റെ MDയുടെ പേരും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. അമുലിന്റെ MDയുടെ പേര് ജയൻ മേത്ത എന്നാണ്. പിന്നീട് RBI ഇന്ത്യയിലെ ബാങ്കുകൾ, എസ്പെഷ്യലി ഫിനാൻഷ്യൽ സെക്ടറിലെ എല്ലാ സ്ഥാപനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്രെയിംവർക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതിന്റെ പേര് ഫ്രീ AI എന്നാണ്. അതിന് ഒരു എക്സ്പാൻഷൻ ഉണ്ട്, ഫ്രെയിംവർക്ക് ഫോർ റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ എനേബിൾമെന്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. അപ്പൊ അതിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.